ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെലനോപ്സിസ് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാം, ഓരോ ക്ലൈമറ്റിലും ഓരോ പ്രശ്നങ്ങളാണ് ഫെലനോപ്സിസിന് ഉണ്ടാകുന്നത്. ഫെലനോപ്സിസിന് സാധാരണ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ചീയൽ രോഗം. പക്ഷേ ഈ വേനൽക്കാലത്ത് ആ ചീയൽ രോഗത്തിൽ നിന്ന് മാറി ലീഫുകളെല്ലാം താഴത്തെ ലീഫുകളെല്ലാം അടിക്കടി മഞ്ഞളിച്ച് വരും. പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലീഫിലെല്ലാം ചുളുക്കുകൾ വീഴും. ശരിക്കും ഈ ചുളുക്കൾ വീഴുന്നത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്. പിന്നെ പലരും എന്നോട് ചോദിക്കാറുള്ളതാണ്, ഇതിൻ്റെ വേരുകളെല്ലാം ഉണങ്ങി പോയിട്ട് 2-3 വേര് മാത്രമേ നല്ലത് കാണത്തുള്ളൂ, ബാക്കി വേരുകൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോകുന്നുള്ളത്. അങ്ങനെ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും വരും. ഒന്നുകിൽ അതിന് വെള്ളം കിട്ടാതെ അങ്ങനെ നിന്ന് അത് റൂട്ടുകളെല്ലാം ഡ്രൈ ആവും. പിന്നീട് കാലപ്പഴക്കം കൊണ്ടും പ്ലാന്റുകൾക്ക് അങ്ങനെ ഉണ്ടാവും. എന്നാൽ ഈ ലീഫുകൾ അടിക്കടി മഞ്ഞിച്ചു പോവുകയും ഈ റൂട്ടുകളെല്ലാം ഉണങ്ങിപ്പോയി പ്ലാന്റുകൾക്ക് ക്ഷീണമായിട്ട് തോന്നുകയും ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്ലാന്റിനെ ആരോഗ്യമാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യം റീപ്ലാന്റിംഗ് ആണ്. എന്നാൽ ഫെലനോപ്സിസ് റീപ്ലാന്റ് ചെയ്യുന്നത് മറ്റ് ഓർക്കിഡ് ചെയ്യുന്ന പോലെയല്ല. അത് കട്ട് ചെയ്തെടുത്ത് വേറെ പ്ലാന്റ് ചെയ്താൽ മതി. ഇതെല്ലാം 2 മാസം മുമ്പ് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് റീപ്ലാന്റ് ചെയ്ത പ്ലാന്റുകളാണ്. മദർ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഏത് പ്ലാന്റ് ആയാലും ചെയ്യേണ്ടത്. എൻ്റെ ഈ പ്ലാന്റ് കണ്ടോ, ഇതിനകത്ത് വേരുകളെല്ലാം ഉണങ്ങി ഒരുപാട് പഴക്കം ചെന്ന പ്ലാന്റാണ്. അതുകൊണ്ടാണ് വേരുകളെല്ലാം ഉണങ്ങിയിട്ട് ആരോഗ്യമുള്ള വേരുകൾ എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുമല്ല, ഇത് സൈഡിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വന്ന ഒരു തൈയാണ് സൈഡിൽ നിൽക്കുന്നത്. അത് നമുക്ക് ഇതിപ്പം ലീഫെല്ലാം ചുളുക്ക് വന്നതുകൊണ്ട് ഞാനതിൽ നിന്ന് റീപ്ലാന്റ് ചെയ്യുകയാണ്. ശരിക്കും ലീഫുകൾക്ക് ചുളുക്ക് വന്നാൽ നമുക്ക് ആദ്യമേ റീപ്ലാന്റ് ചെയ്യരുത്. ആദ്യമേ അത് വെള്ളത്തിലിറക്കി വെച്ച് നോക്കണം. പക്ഷേ ഇതിൻ്റെ വേരുകൾ എല്ലാം ഉണങ്ങിപ്പോയത് കൊണ്ടാണ്, കാലപ്പഴക്കം കൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. ഇത്രയും ഫ്ലവർ ചെയ്ത പ്ലാന്റാണ്. അതുകൊണ്ടാണ് കാലപ്പഴക്കം കൊണ്ട് ഈ പഴയ വേരുകളെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത് വെള്ളത്തിൽ വെച്ചാലും ഈ ലീഫുകളുടെ ചുളുക്കുകൾ മാറാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ ആരോഗ്യമാക്കി എടുക്കാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് കുറച്ചെങ്കിലും പച്ചയുണ്ടെങ്കിൽ അതിനകത്ത് തൈ വരും. എന്നാൽ അത് ഫുള്ളായിട്ട് ചുവട് മുഴുക്കെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ കിളിച്ച് കിട്ടാനാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നല്ല വേര് ഇല്ലെങ്കിൽ തന്നെയും അത് കിളിക്കും. അത് ക്രൗൺ ഭാഗമല്ലാതെ കുറച്ച് താഴോട്ട് കട്ടിയുള്ള സ്റ്റെം ഉണ്ടെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് വേര് വരും. പുതിയ വേരുകൾ വേഗം വരാനായി നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ ലീഫുകൾ 2-3 എണ്ണം എടുത്ത് കളയണം. ഈ പ്ലാന്റിൻ്റെ ലീഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിറയെ വരകൾ പോലെ അത് ഷ്രിങ്കായിട്ടുണ്ട്. അത് ഇതുപോലെ ഫോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. മറ്റേത് ഫെലനോപ്സിസിൻ്റെ ലീഫിന് ക്ഷീണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇലകളിൽ ജലാംശം കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയേനെ. ഇനി ഇതിൻ്റെ താഴത്തെ 2-3 ഇലകൾ നമുക്ക് എടുത്ത് കളയാം. 2ആയിട്ട് പിളർന്ന് തന്നെ 2 സൈഡിലായിട്ട് വലിച്ച് കളയണം. എന്നാലേ അവിടെ ക്ലിയർ ആയിരിക്കത്തുള്ളൂ. എന്നാലേ പുതിയ വേരും പെട്ടെന്ന് വരത്തുള്ളൂ. ലീഫിൻ്റെ ചുവട് അവിടെ നിന്ന് കഴിഞ്ഞാൽ വേര് വരാൻ താമസം എടുക്കും. അങ്ങനെ താഴത്തെ 2-3 ലീഫ് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. അതുമല്ല, ഇതിൻ്റെ വേര് നല്ലതുപോലെ പിടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ 2-3 ലീഫുകൾ മഞ്ഞിച്ച് പോകാനും സാധ്യതയുണ്ട്. എല്ലാത്തിലും പോകണമെന്നില്ല, ചില പ്ലാന്റുകളിൽ പോകാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല. എന്തായാലും അത് ചുവട്ടിൽ ഈർപ്പം കൊടുത്തു കഴിഞ്ഞാൽ അത് കിളിച്ചിരിക്കും. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് പേസ്റ്റാക്കി തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത്രയും വലിയ പ്ലാന്റ് നടാനായിട്ടാണ് ഞാൻ ഇത്രയും വലിയ പോട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ടേ എടുക്കാവുള്ളൂ. പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ പോട്ട് തിരഞ്ഞെടുക്കാൻ. ഇത് വലിയ പോട്ടായതുകൊണ്ട് ഈ പ്ലാന്റ് അനങ്ങിക്കോട്ടിരിക്കും. അതുകൊണ്ട് ഇത് അനങ്ങാതിരിക്കാനായിട്ട് ഒരു തടിയുടെ പീസ് ക്രോസ് വെച്ച് കൊടുക്കണം.
ഇങ്ങനെ തടിയുടെ ഒരു പീസ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചട്ടിയുടെ ഹോളുമായിട്ട് കോർത്ത് കെട്ടിയാലും മതി. ഇങ്ങനെ തടിയുടെ പീസ് വെക്കുന്നെങ്കിൽ നല്ല ഇറുകിയിരിക്കുന്ന രീതിയിൽ തന്നെ വെക്കണം. എന്നുവെച്ചാൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് അനങ്ങാൻ പാടില്ല. പ്ലാന്റ് അനങ്ങിക്കൊണ്ടിരുന്നാൽ ആണ് വേര് വരാത്തത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നനഞ്ഞ കരിയാണ്. ഒരു ദിവസം സാഫിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് കഴുകിയിട്ട് ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് പച്ചവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ആ ഈർപ്പത്തോടു കൂടിയാണ് ഞാൻ അത് പ്ലാന്റിൽ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫെലനോപ്സിസ് പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ് സ്പാഗ്നം മോസ്. ഇത് വെച്ചില്ലെങ്കിലാണ് പ്ലാന്റിന് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുന്നത്. വേര് വരാനും താമസിക്കും, പ്ലാന്റ് വളരാനും താമസിക്കും. പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിന് പെട്ടെന്ന് നല്ല ഈർപ്പം കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് മോസ് അത്യാവശ്യമാണ്. ഞാൻ വലിയ പ്ലാന്റിനായാലും അതെ ചെറുതിനായാലും അതെ ഞാൻ ഫെലനോപ്സിസ് നടുമ്പോൾ മോസ് എന്തായാലും വെച്ചിരിക്കും. എന്നിട്ട് ഇതിനകത്ത് ഒരുപാട് നീളമുള്ള വേരൊക്കെ ഉള്ളത് ആ ഹോളിൽ കൂടെ അങ്ങ് പുറത്തോട്ട് എടുക്കണം. എല്ലാം കൂടി ചുരുട്ടി നമുക്ക് പോട്ടിനകത്ത് വെക്കരുത്. എന്ന് വെച്ചാൽ വലിയ വേരുകളെല്ലാം എയറിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പം അതുകൊണ്ട് നീളമുള്ള റൂട്ടെല്ലാം പുറത്തോട്ടിട്ടിട്ട് ചെറിയ റൂട്ട് മാത്രം അകത്ത് നിർത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ക്രോസ് വെച്ചിരിക്കുന്ന തടിയായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. മോസ് നമുക്ക് ഒരു തവണ ഉപയോഗിച്ച മോസ് വയ്ക്കാം. പക്ഷേ അത് ഇതുപോലെ വലിയ പ്ലാന്റിൽ റീപ്ലാന്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡാമേജ് വന്ന് മാറ്റുന്ന പ്ലാന്റിൽ നിന്നുള്ള മോസ് വയ്ക്കരുത്. പുതിയ പ്ലാന്റ് വാങ്ങുന്നതിൽ നിന്നെടുക്കുന്ന മോസാണ് ഞാൻ സാഫിൽ വാഷ് ചെയ്ത് ഉണക്കി വെച്ച് പിന്നീട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ പ്ലാന്റ് ടൈറ്റായിട്ട് കെട്ടിയിട്ട് നമുക്ക് കരിയിട്ട് ഫില്ല് ചെയ്യാം. കരിയിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് മോസ് ചുവട്ടിൽ തന്നെ കവർ ചെയ്ത് ഇരിപ്പുണ്ടോ നോക്കിയിട്ട് വേണം കരിയിട്ട് കൊടുക്കാൻ. അതുമല്ല, മോസ് പ്ലാന്റിൻ്റെ ചുവട്ടിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. കരിയുടെ മുകളിൽ വെതറി ഇട്ടിട്ട് കാര്യമില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് മോസിന് പകരം ചകിരി വെച്ചാൽ പോരെയെന്ന്. ചകിരിക്ക് ഇത്രയും ഈർപ്പം നിൽക്കത്തില്ല. മോസിനകത്താകുമ്പോൾ ഈർപ്പം നിൽക്കുകയും ചെയ്യും, അത് എക്സസ് ആയിട്ടുള്ള വെള്ളം അത് കളയുകയും ചെയ്യും. എപ്പോഴും ചെറിയ ഈർപ്പം നിൽക്കും. ചകിരിയാകുമ്പോൾ വേഗം ഉണങ്ങിപ്പോവും. ഈ കരി ഇടുന്നത് പ്ലാന്റിൻ്റെ മുകൾ ഭാഗം വരെ കവർ ചെയ്യുന്ന വിധത്തിലിടരുത്. റൂട്ട് വരാനുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പുതിയ റൂട്ട് വരാനായിട്ട് നമ്മൾ ലീഫ് ഇളക്കി വിട്ട സ്ഥലം അവിടം വരെ ഫില്ല് ചെയ്യാവുള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ വരെ ഫില്ല് ചെയ്യാവുള്ളൂ. ഇതെല്ലാം ഞാൻ ഇതുപോലെ റീപ്ലാന്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഇതെല്ലാം ചെയ്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് വേരെല്ലാം വന്ന് താഴെ ഇറങ്ങി തുടങ്ങി. പഴയ റൂട്ടുകളൊക്കെയാണ് ചട്ടിയിൽ നിന്ന് പുറത്തോട്ട് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലീഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണ്. തളർന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം വെള്ളമില്ലാന്ന്. ഇങ്ങനത്തെ നമുക്ക് റീപ്ലാന്റ് ചെയ്ത പ്ലാന്റുകൾക്കെല്ലാം 2 നേരം വെള്ളം കൊടുക്കണം. അതുമല്ല, ഒരുപാട് ചൂട് കിട്ടുന്നിടത്തും വയ്ക്കാൻ പാടില്ല. ഈ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നതായിരിക്കും ക്രോസിന് തടി വെച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ ചരടിട്ട് ക്രോസിന് കെട്ടിയിട്ടുണ്ട്. ചിലതിൽ വേര് പിടിച്ചതുകൊണ്ടാണ് അത് അഴിച്ചേക്കുന്നത്. ഇതുപോലെ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസർ 2 ആഴ്ച കഴിഞ്ഞ് മുതൽ കൊടുത്തു തുടങ്ങാം. അതുമല്ല, ഇങ്ങനെ റീപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ കൊണ്ടുപോയി ഹാങ് ചെയ്ത് ഇടരുത്. അതിൻ്റെ ചുവട് കാണുന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും വെക്കണം. അധികം ചൂട് കിട്ടാത്തിടത്തും ഒരുപാട് ഡയറക്റ്റ് ലൈറ്റ് കിട്ടാത്തിടത്തും തന്നെ വെക്കണം. അല്ലെങ്കിൽ ലീഫിന് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും. ഈ പ്ലാന്റ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്ത പ്ലാന്റിൻ്റെ താഴ്ഭാഗമാണ്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, നിറയെ ഫ്ലവർ വന്ന പ്ലാന്റാണ്. ഒത്തിരി വർഷമായ പ്ലാന്റ്. അതാണ് ഇതിൻ്റെ റൂട്ടെല്ലാം, ഒരുപാട് റൂട്ടെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് ആ പ്ലാന്റിൻ്റെ ആരോഗ്യം നിൽക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ റീപ്ലാന്റ് ചെയ്തെടുത്താൽ പെട്ടെന്നത് അത് രക്ഷപ്പെട്ട് കിട്ടും. ഇതും അതുപോലെ തന്നെ റൂട്ടെല്ലാം ഡാമേജ് ആയിട്ട് പഴയ പ്ലാന്റാണ്. താഴത്തെ ലീഫെല്ലാം പോയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം നിന്നതാണ്. ഇതും അതേ വേരെല്ലാം പോയിട്ട് ചെറിയ പച്ച ഉള്ളിടത്തുനിന്ന് തൈ വരുന്നതാണ്.
അതാണ് ചുവട് പോട്ടിൽ നിന്ന് വലിച്ചിളക്കരുതെന്ന് പറയുന്നത്. ഇതുപോലെ തൈ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ തൈ മാത്രം കട്ട് ചെയ്ത് നിർത്തി മാക്സിമം വലുതാക്കി എടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നിർത്തിയിരിക്കണം. വീണ്ടും ഈ ചുവട് ഉണങ്ങുന്നിടം വരെ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.